എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കാര്യം തന്നെ ഇങ്ങനെ വീണ്ടും 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 ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ കൂടുതൽ ഫ്രസ്ട്രേറ്റഡ് ആവത്തേ ഉള്ളൂ. അല്ലെങ്കിൽ നമ്മുടെ ബ്രെയിൻ നമ്മളെ പ്രൊട്ടക്ട് ആക്കാൻ നോക്കുന്നതാണ്. ഗോയിങ് ടു ഗിവ് യു പീസ് ഓഫ് മൈൻഡ്. ആ പീസ് ഓഫ് മൈൻഡ് നിങ്ങൾ ഇഷ്ടപ്പെടാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു കാര്യം അറിയോ, ഒരു ആവറേജ് പേഴ്സൺ അറൌണ്ട് 6000 തോട്ട്സ് പെർ ഡേ ഉണ്ടാവാറുണ്ട്. പക്ഷെ ഒരു ഓവർ തിങ്കറിന് അതിന്റെ ഡബിൾ ആണ് ഉണ്ടാവാറ്. റിസർച്ചേഴ്സ് പറയുന്നത് ഓവർ തിങ്കിങ് ഇസ് ജസ്റ്റ് എ മെന്റൽ ഹാബിറ്റ്. അതിനെ കൂടുതൽ വിശേഷിപ്പിക്കുന്നത് മോഡേൺ എപ്പിഡമിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ മെന്റൽ ഹെൽത്തിന്, നിങ്ങളുടെ ഡിസിഷൻ മേക്കിങ്ങിന്, നിങ്ങളുടെ ബ്രെയിൻ വർക്ക് ചെയ്യുന്ന കെമിസ്ട്രി എല്ലാം നിങ്ങൾ ഓവർ തിങ്കിങ് കാരണം അഫക്റ്റ് ആവുന്നുണ്ട്. ഓവർ തിങ്കിങ്ങിനെ കുറിച്ച് കൂടുതൽ പറഞ്ഞതിന് മുന്നേ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇത് കൂടുതൽ ആൾക്കാരിൽ എത്തുകയും ചെയ്യും. ആൻഡ് ഇറ്റ് ഈവൻ ഹെൽപ്സ് മീ ടു ഗ്രോ. സോ നേരെ ടോപ്പിക്കിലോട്ട് വരാം. അപ്പോൾ എന്താണ് ഓവർ തിങ്കിങ്? ഓവർ തിങ്കിങ് ഇസ് ഓൾസോ നോൺ ആസ് റൂമിനേഷൻ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു തോട്ട് അല്ലെങ്കിൽ ഒരു പ്രോബ്ലം അല്ലെങ്കിൽ ഒരു സിറ്റുവേഷൻ നമ്മൾ വീണ്ടും വീണ്ടും റിപ്പീറ്റഡ്ലി ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ലൈക്ക് ഒരു സൊല്യൂഷനിലോട്ടോ അല്ലെങ്കിൽ ഒരു പ്രോഗ്രസ്സോ ഒന്നും ഉണ്ടാക്കാണ്ട് ജസ്റ്റ് ഒരു തോട്ട് തന്നെ റിപ്പീറ്റഡ്ലി ആലോചിച്ചുകൊണ്ടിരിക്കുന്നതിനാണ് ഓവർ തിങ്കിങ് എന്ന് പറയുന്നത്. ഓവർ തിങ്കിങ് ഇസ് നോട്ട് equal to reflecting on something or analyzing something. This is totally different. Overthinking is more like a mental treadmill. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കാര്യം തന്നെ ഇങ്ങനെ വീണ്ടും 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 ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. There comes another question. Why do we overthink? അപ്പോൾ നമുക്കത് നോക്കാം. ഫസ്റ്റ് റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ്സ് മോർ ലൈക്ക് യുവർ ബ്രെയിൻ സർവൈവൽ ഇൻസ്റ്റിങ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ ഒരു കാട്ടിൽ കൂടെ പോവാന്ന് വെച്ചോ, അപ്പൊ പെട്ടെന്ന് ഒരു സൗണ്ട് കേട്ടു. അപ്പൊ നിങ്ങൾ ബ്രെയിൻ ഇങ്ങനെ അയ്യോ അത് കടുവയാണോ പുലിയാണോ എന്താ പാമ്പാണോ അങ്ങനെയൊക്കെ നമ്മുടെ ബ്രെയിൻ ഇങ്ങനെ ആലോചിച്ച് പോകും. ഇറ്റ്സ് മോർ ലൈക്ക് എ സർവൈവൽ ഇൻസ്റ്റിങ്. ലൈക്ക് ഈ ഒരു ഇൻസ്റ്റിങ് ഉള്ളത് കൊണ്ടാണ് നമ്മുടെ ആൻസിസ്റ്റേഴ്സ് ഒക്കെ സർവൈവ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ പണ്ടത്തെ കാലത്ത് അത് നമ്മൾ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴത്തെ കാലത്ത് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മുടെ മൈൻഡിലോട്ട് വരുന്നത് വെറും സിമ്പിൾ റീസൺസിനായിരിക്കും. മേ ബി ഒരു പ്രസന്റേഷന് മുന്നേ അല്ലെങ്കിൽ ഒരു സ്റ്റേജിൽ സംസാരിക്കണ മുന്നേ യു സ്റ്റാർട്ട് തിങ്കിങ് ദ വേഴ്സ്റ്റ് സിറ്റുവേഷൻ വിച്ച് കുഡ് ഹാപ്പൻ. അല്ലെങ്കിൽ നമ്മുടെ ബ്രെയിൻ നമ്മളെ പ്രൊട്ടക്ട് ആക്കാൻ നോക്കുന്നതാണ്. എന്ന് വെച്ചാൽ ദ വേഴ്സ്റ്റ് സിനാരിയോ അല്ലെങ്കിൽ നടന്ന കാര്യങ്ങൾ എല്ലാം നമ്മൾ വീണ്ടും വീണ്ടും ഇങ്ങനെ ആലോചിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇറ്റ്സ് മോർ ലൈക്ക് ഇറ്റ്സ് ട്രൈങ് ടു പ്രൊട്ടക്ട് യു സോ യു ഡോണ്ട് എൻഡ് അപ്പ് ഡൂയിങ് സംതിങ് ഡൗൺ. അങ്ങനെ നമ്മുടെ ബ്രെയിൻ ഹെൽപ്പ് ആക്കാൻ ട്രൈ ആക്കിക്കൊണ്ടിരിക്കുന്ന സാധനമാണ് ഈ ഓവർ തിങ്കിങ്. വേറൊരു റീസൺ ആണ് ഇല്യൂഷൻ ഓഫ് കൺട്രോൾ, വിച്ച് മീൻസ് നമ്മൾ വിചാരിക്കും നമ്മളൊരു കാര്യത്തിന്റെ എല്ലാ വശങ്ങളും ആലോചിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു സൊല്യൂഷൻ കിട്ടുമെന്ന്. പിന്നെ ഒരു കാര്യമുണ്ട്, ലൈഫ് എപ്പോഴും നമ്മൾ വിചാരിക്കുന്ന പോലെ നടക്കണമെന്നില്ല. അപ്പൊ നമ്മൾ നടക്കാൻ ചാൻസ് ഉള്ള എല്ലാ സിനാരിയോയിലും ആലോചിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമ്മൾ കൂടുതൽ ഫ്രസ്ട്രേറ്റഡ് ആവത്തില്ല. വേറൊരു റീസൺ ആണ് കോഗ്നിറ്റീവ് ബയസസ്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ വർക്കിലോ അല്ലെങ്കിൽ നിങ്ങളുടെ കോളേജിലോ എവിടെയെങ്കിലും ഇമാജിൻ യു ഹാഡ് യുവർ ബെസ്റ്റ് ഡേ. പക്ഷേ എൻഡ് ഓഫ് ദ ഡേ യു ആക്സിഡന്റ്ലി സ്പിൽ സംതിങ്, ലൈക്ക് കോഫി സ്പില്ലാക്കി എന്ന് വെച്ചോ. എന്നിട്ട് നിങ്ങൾ കിടക്കാൻ പോകുന്നതിന് മുന്നേ അപ്പം എന്താ ആലോചിക്കുക, നിങ്ങൾ ആ ഫുൾ ഡേ നല്ലതാണെങ്കിൽ പോലും നിങ്ങൾ ആകെ കൂടി വീണ്ടും വീണ്ടും റിപ്പീറ്റഡ്ലി ആലോചിക്കാൻ പോകുന്നത് ആ കോഫി സ്പില്ലായ ഇവന്റ് ആയിരിക്കും. അങ്ങനെ വെറും ചെറിയൊരു മൈനർ സെറ്റ് ബാക്കിന് നമ്മുടെ ബ്രെയിൻ ഭയങ്കര വലിയ കാര്യമായിട്ട് കാണിച്ചു തരും. അനദർ റീസൺ ആണ് പെർഫെക്ഷനിസം. സ്റ്റഡീസ് പറയുന്നത് പെർഫെക്ഷനിസ്റ്റ് ആർ മോർ പ്രോൺ ടു ഓവർതിങ്ക്. പെർഫെക്ഷനിസം ഇസ് മോർ ലൈക്ക് നമ്മളൊരു മൂവിങ് ടാർഗറ്റിനെ ഹിറ്റ് ചെയ്യാൻ ട്രൈ ചെയ്യുന്ന പോലെ. എന്ന് വെച്ചാൽ നമ്മൾ അടുത്തെത്തി എന്നിട്ട് നമ്മൾ ഇറ്റ്സ് നോട്ട് ഇനഫ്. അപ്പൊ എത്ര പെർഫെക്റ്റ് ആയാലും യുവർ ബ്രെയിൻ വിൽ കീപ്പ് ഓൺ ടെല്ലിങ് ഇറ്റ്സ് നോട്ട് ഇനഫ്, ഇറ്റ്സ് നോട്ട് ഇനഫ്. അപ്പൊ ഒരു ചെറിയ ടാസ്ക് പോലും നിങ്ങൾ വീണ്ടും റീഡു ചെയ്ത് ഇറ്റ് വിൽ ബി ജസ്റ്റ് എ ലൂപ്പ്. വീണ്ടും വീണ്ടും ചെയ്തുകൊണ്ടിരിക്കും. ഇങ്ങനെ റീഡു ചെയ്ത് നമ്മളെ തന്നെ അനലൈസ് ചെയ്ത് ചെയ്യുന്നത് ഓക്കെ ഐ ഗസ്. ബട്ട് നിങ്ങളത് ഓവർ അനലൈസ് ചെയ്യുമ്പോഴാണ് അതിന്റെ പ്രശ്നങ്ങൾ വരാൻ പോകുന്നത്. ബിക്കോസ് നിങ്ങൾ ബാക്കിയുള്ള ഒരു 10 സ്റ്റെപ്പ് എത്തിയാലും യു വിൽ ബി സ്റ്റിൽ ഇൻ യുവർ സ്റ്റെപ്പ് 1 ബിക്കോസ് നിങ്ങളത് വീണ്ടും വീണ്ടും ആലോചിച്ചുകൊണ്ടിരിക്കും. ആ ഫസ്റ്റ് സ്റ്റെപ്പ് എടുത്താലല്ലേ നിങ്ങൾ അപ്പുറത്തെത്തുള്ളൂ. അനദർ റീസൺ ഇസ് അൺസർട്ടനിറ്റി. ഇപ്പൊ നമ്മളൊരു കടയിൽ ഒരു സാധനം വാങ്ങാൻ പോവാന്ന് വെച്ചോ, അപ്പോൾ ദർ ആർ മെനി ചോയ്സസ് ആൻഡ് കുറെ ആൾക്കാർക്ക് അത് പറ്റാറുണ്ട്. ഇതിൽ എന്ത് വാങ്ങും എന്ന് ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റുന്നില്ല. ഇറ്റ്സ് മോർ ലൈക്ക് ഇത് സംഭവിക്കുന്നത് നിങ്ങൾക്ക് നിങ്ങളെ തന്നെ ഒരു വിശ്വാസം ഇല്ലാത്തപ്പോഴാണ്. യു വിൽ കീപ്പ് ഓൺ ടെല്ലിങ് വാട്ട് ഇഫ് ഐ ബൈ ദ റോങ് തിങ് ആൻഡ് ഐ റിഗ്രറ്റ് ഇറ്റ്. അങ്ങനെ തന്നെ നിങ്ങൾ ആലോചിച്ച് യു വിൽ ബി സ്റ്റക്ക് ഓവർ ദയർ. ഈ സമയത്ത് നിങ്ങൾ ആക്ച്വലി നിങ്ങൾ തന്നെ ട്രസ്റ്റ് ആക്കുവാണ് വേണ്ടത്. ലൈക്ക് യു നീഡ് ടു ബിലീവ് ദാറ്റ് യു ഗോണ മേക്ക് ദ റൈറ്റ് ചോയ്സ്. ഈവൻ ഇഫ് യു ഡോണ്ട് യു ക്യാൻ ടെൽ യുവർസെൽഫ് ഇറ്റ്സ് ഓക്കെ. നമ്മളെല്ലാം പോസിബിൾ ഔട്ട്കവും മൈൻഡിൽ വിചാരിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ വിൽ എൻഡ് അപ്പ് ബീങ് സ്റ്റക്ക് ദയർ. എന്നിട്ട് നമ്മളൊരു പ്രോഗ്രസ് ഉണ്ടാക്കില്ല, അവിടെ തന്നെ ഇരിക്കും. സോ ബേസിക്കലി ഓവർ തിങ്കിങ് ഇസ് ജസ്റ്റ് ലൈക്ക് ട്രൈങ് ടു സോൾവ് എ പസിൽ ജസ്റ്റ് ബൈ സ്റ്റെയറിങ് ഇറ്റ്. നമ്മൾ വിചാരിക്കും നമ്മൾ പ്രോഗ്രസ് ഉണ്ടാക്കാന്ന്, പക്ഷെ ഓൾ വി ഡൂയിങ് ഇസ് rethinking the same thing without going anywhere. It's like we are trapped in the same loop.
അപ്പോൾ ഹൗ ടു സ്റ്റോപ്പ് ഓവർ തിങ്കിങ്? ഫസ്റ്റ് സ്റ്റെപ്പ് ഈസ് ടു ബി അവെയർ ദാറ്റ് യു ആർ ഓവർ തിങ്കിങ് ആൻഡ് ടു അണ്ടർസ്റ്റാൻഡ് വാട്ട് എക്സാക്ട്ലി ട്രിഗേഴ്സ് യു ടു ഓവർ തിങ്ക്. ഇപ്പോൾ ഒരു മീറ്റിംഗ് കഴിഞ്ഞിട്ട് നിങ്ങൾ ഓവർ തിങ്ക് ചെയ്തുകൊണ്ടിരിക്കുക, ഓക്കെ ഹൗ ഡിഡ് ഐ ഡു, അവരൊക്കെ എന്നെക്കുറിച്ച് എന്തൊക്കെ വിചാരിച്ചു, ഇങ്ങനെയൊക്കെ മൈൻഡിൽ വന്നുകൊണ്ടിരിക്കുമ്പോൾ യു സഡൻലി നീഡ് ടു റിയലൈസ് ഓക്കെ ഐ ആം ഓവർ തിങ്കിങ് റൈറ്റ് നൗ. അങ്ങനത്തെ ഒരു അവയർനെസ് നമ്മുടെ മൈൻഡിൽ നമ്മൾ തന്നെ കൊണ്ടുവരണം. എന്നിട്ട് എക്സാക്ട്ലി നിങ്ങളുടെ മൈൻഡിൽ എന്താണ് നിങ്ങളെ ആൻഷ്യസ് ആക്കണമെന്ന് റിയലൈസ് ചെയ്യും. നിങ്ങളെ എന്താ ട്രിഗർ ചെയ്യണമെന്ന് ഐഡന്റിഫൈ ചെയ്യുന്ന ബെസ്റ്റ് തിങ് ആണ് ജേർണലിങ്. നിങ്ങൾ എഴുതാൻ തുടങ്ങുക. യു ഡോണ്ട് ഈവൻ നീഡ് എ ബുക്ക്. നിങ്ങൾക്ക് ഫോണിൽ ടൈപ്പ് ആക്കാൻ തുടങ്ങിയാലും മതി. ജസ്റ്റ് നിങ്ങളുടെ മൈൻഡിൽ എന്താണ് നടക്കണേ, ഇൻസ്റ്റെഡ് ഓഫ് അത് നിങ്ങളുടെ മൈൻഡിൽ നടത്താണ്ട് എന്ത് മൈൻഡിൽ നടന്നാലും ജസ്റ്റ് ട്രൈ ടൈപ്പിംഗ് ഓർ റൈറ്റിംഗ് ഉണ്ടാവും. അപ്പൊ യു വിൽ ഗെറ്റ് എ ഡയറക്ഷൻ. ഓക്കെ ഇതാണ് എന്റെ പ്രശ്നം എന്നെല്ലാം നിങ്ങൾക്ക് തന്നെ തിരിച്ചറിവാണ്. ആ തിരിച്ചറിവാണ് ഫസ്റ്റ് നമുക്ക് വേണ്ടത്. അങ്ങനെ നമ്മൾ നമ്മുടെ പ്രോബ്ലത്തെ ഐഡന്റിഫൈ ചെയ്തതിന് ശേഷമാണ് നമുക്ക് അടുത്ത സ്റ്റെപ്പിലോട്ട് വരുന്നത്. ഇപ്പൊ നിങ്ങൾ ടൈപ്പ് ആക്കാനോ അല്ലെങ്കിൽ എഴുതാൻ പറ്റാത്ത സാഹചര്യത്തിലാണ് ഇരിക്കണമെങ്കിൽ there is another thing which you can do, that is by either snapping or consciously telling yourself to stop. ഇങ്ങനെ നമ്മൾ കോൺഷ്യസ്ലി നമ്മൾ സ്റ്റോപ്പ് എന്ന് പറയുമ്പോൾ ഇറ്റ് ആക്ച്വലി നമ്മുടെ ബ്രെയിനിൽ ഇങ്ങനെ തിങ്ക് ചെയ്തുകൊണ്ടിരുന്ന സാധനം ഒന്ന് പെട്ടെന്ന് ഓക്കെ യു ആർ ബീങ് അവെയർ ഓഫ് ഇറ്റ്, ഓക്കെ സ്റ്റോപ്പ് അങ്ങനെ ഒരു സാധനം നമ്മൾ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ അവിടെ ഒരു പോസ് വരും, അവിടെ ഒരു സ്ലോയിങ് ഡൗൺ വരും. ഞാനും കുറെ ഓവർ തിങ്ക് ചെയ്തുകൊണ്ടിരുന്ന ഒരാളാണ്. ആൻഡ് there is something which happened which I was constantly overthinking, and it was something negative also, and I developed something adoru subconsciously develop ചെയ്ത സാധനമാണ്. I used to turn my head and close my eyes, like how I used to stop overthinking at a specific point of my life, and I thought it was helping me, and actually I consciously ചെയ്യുന്നില്ല, it even became subconsciously. I just started, okay I don't want to think about it like that. Say if someone else was standing next to me, they would be like, okay what is wrong with her, is she overacting, like, but I was not doing it consciously. It's more like something which I subconsciously developed to stop overthinking. A specific topic where I'm like, okay I don't want to think about it like that. I used to like that's how I used to control my mind. I thought it was helping me, but actually നമ്മൾ ഒരു കാര്യത്തെ കുറിച്ച് just by stopping to think about is not going to help us. ഫാസ്റ്റിംഗ് നടന്ന കാര്യം അത് നമ്മൾ ഓവർ തിങ്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് തന്നെ അതിലൊരു പീസ് കണ്ടെത്താൻ പഠിക്കണം. ഇപ്പൊ നമ്മൾ ഓവർ തിങ്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ പോസ് ചെയ്യാൻ പഠിച്ചു, അപ്പൊ ഒന്ന് റിലാക്സ് ചെയ്യാൻ പഠിച്ചു. ഓക്കെ അങ്ങനെ ഒരു പോസിങ് റിലാക്സിങ് സ്റ്റേറ്റിലെത്തി കഴിയുമ്പോൾ യു കുഡ് ആസ്ക് യുവർ സെൽഫ് ഫ്യൂ ക്വസ്റ്റ്യൻസ്, സം ലോജിക്കൽ പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻ നിങ്ങളുടെ മൈൻഡിന് നിങ്ങൾ തന്നെ ഇട്ട് കൊടുക്കണം. ഫോർ എക്സാമ്പിൾ ദ ഫസ്റ്റ് തിങ് വിച്ച് ഐ ആസ്ക് മൈ സെൽഫ് ഇസ് വാട്ട് എക്സാക്ട്ലി ഇസ് ദ പ്രോബ്ലം. അപ്പോൾ ഞാൻ തന്നെ ഇങ്ങനെ വിചാരിക്കും, ഓക്കെ വാട്ട് എക്സാക്ട്ലി ഈസ് ബോദറിങ് മീ റൈറ്റ് നൗ. ഇപ്പൊ പാസ്റ്റിൽ നടന്ന കാര്യമാണെങ്കിൽ അപ്പൊ തന്നെ ഞാൻ അയ്യേ സീരിയസ്ലി യു തിങ്കിങ് അബൌട്ട് സംതിങ് വിച്ച് യു കാൻറ്റ് ഈവൻ ചേഞ്ച് റൈറ്റ് നൗ, അങ്ങനെ പറഞ്ഞ് ഞാൻ തന്നെ ഒന്ന് കുറിച്ച് അയ്യേ എന്ന് പറയും. ഇനിയിപ്പോ വേറെ ഫ്യൂച്ചറിൽ നടക്കാൻ പോണ എന്തെങ്കിലും കാര്യമാണെങ്കിൽ ഐ ആസ്ക് മൈ സെൽഫ് ക്യാൻ ഐ ഡു എനിത്തിങ് അബൌട്ട് ഇറ്റ് എന്ന് ചോദിക്കും. അപ്പോൾ ഞാൻ തന്നെ ഓക്കെ ഇഫ് ഐ ക്യാൻ ഡു സംതിങ് ഓക്കെ ഞാൻ പോയി ചെയ്യും. ഇഫ് ഐ കാൺ ഡു എനിത്തിങ് അബൌട്ട് ഇറ്റ് പിന്നെ അതിനെക്കുറിച്ച് ആലോചിക്കേണ്ട വലിയ കാര്യം എനിക്കുണ്ടോ എന്ന് ഞാൻ തന്നെ എന്നോട് പറഞ്ഞ് എന്നെ തിരിച്ചറിയും. ദാറ്റ് ഈസ് ഹൗ ഐ ലിറ്ററലി ഓവർകേം ഓവർതിങ്കിങ്. ചെയ്തു കഴിഞ്ഞത് ഇപ്പൊ എന്താ ഏറ്റവും വേഴ്സ്റ്റ് സിനാരിയോ നടക്കുക, അത് എന്തായാലും നടന്നോട്ടെ, അത് എത്തിക്കഴിഞ്ഞാൽ നമുക്കത് ഫേസ് ആക്കാം. യു ആർ സ്ട്രോങ്ങർ, യു ക്യാൻ ഡു ഇറ്റ് എന്ന് ഞാൻ തന്നെ എന്നോട് പറഞ്ഞു. യു ഡോണ്ട് നീഡ് ടു തിങ്ക് അബൌട്ട് ഇറ്റ്. അതെത്തുമ്പോൾ നമ്മൾ അതിനെ ഫേസ് ആക്കാം. അതുവരെ ലെറ്റ്സ് ഗോ ഫോർവേഡ്. ആൻഡ് ഈ ഓവർ തിങ്ക് ചെയ്യുന്ന സാധനം ഇസ് നോട്ട് ഗോയിങ് ടു ഗിവ് യു പീസ് ഓഫ് മൈൻഡ്. ആ പീസ് ഓഫ് മൈൻഡ് നിങ്ങൾ ഇഷ്ടപ്പെടാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഓവർ തിങ്കിങ് ഇറ്റ്സ് ലൈക്ക് വൈ ഡു ഐ നീഡ് ടു തിങ്ക് അബൌട്ട് ഇറ്റ്, ഐ വോണ്ട് മൈ പീസ് ഓഫ് മൈൻഡ്. അപ്പോൾ ഞാൻ പ്രിഫർ ചെയ്യുന്നത് നോട്ട് ഓവർ തിങ്ക് ദിസ് വേഴ്സ് കൈൻഡ് ഓഫ് സ്റ്റഫ്. ഞാൻ ലെറ്റ് ഗോ ചെയ്യും. ലൈക്ക് എന്ത് വേഴ്സ് നടന്നാലും ഐ എം ഗോണ ഫേസ് ഇറ്റ്, ഐ എം സ്ട്രോങ് ഇനഫ് ടു ഫേസ് ഇറ്റ് എന്നൊരു തിരിച്ചറിവ് ഞാൻ എനിക്ക് തന്നെ ഒന്ന് കൊടുത്തായിരുന്നു. ഫ്യൂച്ചറിൽ നടക്കാൻ പോണ കാര്യം ആലോചിച്ച് ഓവർ തിങ്ക് ചെയ്താലും പാസ്റ്റിൽ നടന്ന കാര്യം ആലോചിച്ച് ഓവർ തിങ്ക് ചെയ്താലും ഇത് രണ്ടും ഓവർകം ചെയ്യണമെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ മൈൻഡിനെ കൺട്രോൾ ചെയ്യാൻ പഠിക്കണം. അതിന് എന്നെ ആക്ച്വലി ഹെൽപ്പ് ചെയ്ത് മെഡിറ്റേഷൻ എന്ന് പറഞ്ഞൊരു സംഭവമാണ്. കാരണം മെഡിറ്റേറ്റ് ചെയ്യുമ്പോൾ വി ക്യാൻ കാം അവർ സെൽഫ് ആൻഡ് വി വിൽ മെഡിറ്റേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു സമയത്ത് ചെയ്യുന്ന കാര്യം മാത്രമല്ല, ഇറ്റ് ഓവറോൾ ഹെൽപ്സ് യു. ആ ഒരു ഫുൾ ഡേ യു ബി ഇൻ എ സ്റ്റേറ്റ് വെർ യു ആർ സോ മച്ച് ഇൻ പീസ് ദാറ്റ് നിങ്ങളുടെ മൈൻഡിലുള്ള ഇങ്ങനെ ക്രൗഡഡ് ആയുള്ള തോട്ട്സ് എല്ലാം പയ്യെ ആവാൻ തുടങ്ങും. ഇറ്റ് വുഡ് സ്ലോ ഡൗൺ ആൻഡ് യു ക്യാൻ അനലൈസ് ദ സ്റ്റഫ്. ഓക്കെ അങ്ങനെ ഈവൻ ദ ഡിസിഷൻ മേക്കിംഗ് എല്ലാ സാധനം ഇറ്റ്സ് ഗോയിങ് ടു ഗോ ത്രൂ ദ റൈറ്റ് പാത്ത്.
ഇതൊക്കെയാണ് എന്നെ ഹെൽപ്പാക്കിയത്. ദിസ് ഈസ് മൈ ഇന്റർപ്രിട്ടേഷൻ ഓഫ് ഹൗ ടു ഓവർകം ഓവർ തിങ്കിങ്. സോ ഇഫ് ദർ ഇസ് സംതിങ് എൽസ് വിച്ച് ഹെൽപ്ഡ് യു, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും മെത്തേഡ്സ് അറിയാമെങ്കിൽ ഷെയർ ഇറ്റ് ഇൻ ദ കമന്റ് ബോക്സ്. സോ ഇറ്റ് വുഡ് ഈവൻ ഹെൽപ്പ് അതേഴ്സ്. അങ്ങനെ നമുക്ക് ഒന്നിച്ച് ഗ്രോ ചെയ്യാം. അത് മാത്രമല്ല, സബ്സ്ക്രൈബ് ചെയ്യാത്തവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കമോൺ, നമുക്ക് ഒന്നിച്ച് ഗ്രോ ചെയ്യാം. ഇറ്റ് ഈവൻ മോട്ടിവേറ്റ്സ് മീ ടു പോസ്റ്റ് മോർ വീഡിയോസ്. ആക്ച്വലി ദ ചാനൽ ഈസ് ഗ്രോയിങ് ആൻഡ് ഐ എം സോ ഹാപ്പി ആൻഡ് ഗ്രേറ്റ്ഫുൾ ടു യു ഓൾ. താങ്ക് യു സോ മച്ച്. ആൻഡ് അടുത്ത വീഡിയോ കാണാം. സോ അതുവരെ ബൈ.